നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നമ്മുടെ സലോമി ഡോക്ടറെ ഒന്ന് കണ്ടു. രാത്രിയിൽ തീരെ ഉറക്കമില്ല എന്ന് പറഞ്ഞ് ഒരാഴ്ചത്തേക്കുള്ള മരുന്നും വാങ്ങി. ആ മരുന്നിൽ നിന്നും 2 ഡോസ് ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങി ആ നേർച്ച പായസത്തിൽ മിക്സ് ചെയ്തു. യാമിനി ചെറിയമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. പക്ഷേ അമ്മയെ പേടിച്ച് ആ സ്നേഹം എന്നോട് പ്രകടിപ്പിക്കാൻ ചെറിയമ്മയ്ക്ക് സാധിച്ചിട്ടില്ല. അപ്പു ജനിച്ചപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി. വളർന്നപ്പോ എന്റെ കാര്യത്തില് ചില പരിമിതികളുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ആ സമയത്താണ് ഒരാളുടെ വീട്ടിലേക്കുള്ള എൻട്രി. എന്റെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കി അമ്മയെ പോലും വകവയ്ക്കാതെ എന്റെ നല്ലതിനു വേണ്ടിയും സന്തോഷത്തിനു വേണ്ടിയും ശ്രമിക്കുന്ന ഒരാള്. അയാള് ഞാൻ എത്ര വഴക്ക് പറഞ്ഞാലും എത്ര അടി കൂടിയാലും അയാൾ എന്നും എന്റെ ഭാഗത്താ. അതാരാ? പേര് പറയണോ? നിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത് ബുദ്ധൂസേ. ട്യൂബ്ലൈറ്റ് ആണല്ലോ രാജു നീ. ഋതിക മാഡം, മാഡം എന്നെ ഇഡിയറ്റ് എന്നോ ട്യൂബ്ലൈറ്റ് എന്നോ എന്ത് വേണേലും വിളിച്ചോ. മാഡം ഇങ്ങനെ ഹാപ്പി ആയിരിക്കണം, അതാണ് എന്റെ സന്തോഷം. ഞാൻ എപ്പോഴും ഓർക്കും മാഡത്തിന്റെ മനസ്സേ കൊച്ചുകുട്ടികളെ പോലെ. രാജു, നല്ല ക്ഷീണം, ഉറക്കം വരുന്നു. ഞാൻ ഒന്ന് മയങ്ങട്ടെ. രാത്രി മുഴുവൻ ഉറക്കോളച്ചിരുന്ന് പഠിച്ചതിന്റെ ആവും. മാഡം ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തോ. കോളേജ് എത്തുമ്പോ ഞാൻ ഉണർത്താം. ശരി രാജു. അല്ല, അമ്മ ഏത് ക്ഷേത്രത്തിൽ ദർശനം നടത്തിട്ട് വരുന്ന വരവാ? മോനെ സൽപുത്ര, അമ്മ പോയത് ക്ഷേത്രത്തിലാണെന്ന് കരുതിയോ നീ? പിന്നല്ലാതെ. അമ്മയുടെ ഈ വേഷവും നെറ്റിയിലെ കുറിയും ഈ ഇരിക്കുന്ന പ്രസാദമൊക്കെ കണ്ടാൽ മനസ്സിലാവില്ലേ അമ്മ പോയത് ക്ഷേത്രത്തിലേക്കാണെന്ന്. അമ്മ ഇത്രയും പഴഞ്ചനാണെന്ന് ഞാൻ കരുതിയില്ല. പ്രാർത്ഥിച്ചവളെ എക്സാമിന് തോൽപ്പിക്കുന്നതായിരുന്നോ അമ്മയ്ക്ക് തോന്നിയ വലിയ ബുദ്ധി? അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മ തന്നെ കളിയാക്കുവാണോ? നിന്റെ അമ്മയെ നീ ഇത്രയേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നോർത്ത് ചിരിച്ചു പോയതാ. അല്ല, നീ കരുതുന്നുണ്ടോ ഋതിക എക്സാം ഹാളിൽ പോയി എക്സാം എഴുതൂന്ന്? മനസ്സിലായി. അമ്മ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതെ. ഓ ഗ്രേറ്റ്. എന്താണെന്ന് പറയമ്മേ. ഞാൻ പോയതേ ക്ഷേത്രത്തിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാ. അപ്പൊ നീ ചിന്തിക്കും ഈ വേഷവും കുറിയും ഒക്കെ പിന്നെ എന്തിനാന്ന്. വെറുതെ. ഞാൻ ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നതെന്ന് കാണുന്നവർ കരുതാൻ വേണ്ടി ഒരു നമ്പർ. ഹോസ്പിറ്റലിൽ പോയി ഞാൻ നമ്മുടെ സലോമി ഡോക്ടറെ ഒന്ന് കണ്ടു. രാത്രിയിൽ തീരെ ഉറക്കമില്ല എന്ന് പറഞ്ഞ് ഒരാഴ്ചത്തേക്കുള്ള മരുന്നും വാങ്ങി. ആ മരുന്നിൽ നിന്നും 2 ഡോസ് ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങി ആ നേർച്ച പായസത്തിൽ മിക്സ് ചെയ്തു. അപ്പൊ അവള് എക്സാം ഹാളില് കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. ഓ, ആലോചിച്ചിട്ട് തന്നെ എനിക്ക് വയ്യ. അവള് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ മോനെ. ഉറക്കം കഴിഞ്ഞു ഉണരുമ്പോ അവളുടെ സമാധാനം എല്ലാം പോകും. പിന്നെ ഇനി ഒരിക്കൽ കൂടി എക്സാം എഴുതാൻ പ്രതാപൻ സമ്മതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? എവിടുന്ന്? അമ്മാവൻ അവളെ എക്സാം എഴുതാനും സമ്മതിക്കില്ല. വീണ്ടും എക്സാമിൽ തോറ്റ അവളെ അശ്വിന്റെ പാരന്റ്സ് അംഗീകരിക്കേയില്ല. അങ്ങനെ ആരും അവളെ കെട്ടാതെ ആവുമ്പോ വേറെ വഴിയില്ലാതെ അമ്മാവൻ അവളെ എനിക്ക് കെട്ടിച്ചു തരും. പാവല്ലേ എന്റെ ഋതിക. പോടാ അവിടുന്ന്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാലേ ഞാൻ അവളെ എക്സാം എഴുതിക്കും കേട്ടോ. അത് കൊള്ളാം.
അങ്ങനെ കുറച്ചു കാലത്തെ നമ്മുടെ പ്രയത്നം സഫലമാകാൻ പോകുന്നു. എന്തൊരു ഉറക്കം ഇത്? ഹലോ ഋതിക മാഡം, എണീറ്റേ. ഇങ്ങനെ കിടന്നുറങ്ങുവോ? ഋതിക മാഡം, ഋതിക മാഡം, ദേ എക്സാം തുടങ്ങുന്ന സമയായി. ദൈവമേ, ഇതെന്താ മാഡം ഇങ്ങനെ ഉറങ്ങുന്ന? ഋതിക മാഡം, ഋതിക മാഡം, ഋതിക മാഡം, മാഡം എഴുന്നേക്ക് മാഡം, എണീക്ക്, ഇറങ്ങിക്ക്. ദൈവമേ, മാഡത്തിന് ഇനി വല്ല പനിയാണോ? ഇല്ലല്ലോ, പനിക്കുന്നില്ലല്ലോ. ഋതിക മാഡം, ഋതിക മാഡം, അയ്യോ മാഡം, മാഡം, ദൈവമേ, വർമ്മ സാറിനോട് ഞാൻ എന്ത് സമാധാനം പറയും? ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാ ഞാൻ എക്സാം എഴുതണ്ടെന്ന് ഇവളോട് പറഞ്ഞതും. ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ആരാ? നിങ്ങൾ ആരുമല്ല, ഈ ഞാനാ. മാനക്കേട് കാരണം രാജിവെക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. മാഡം, എനിക്ക് എന്താ പറ്റിയ? ഞാനിതെവിടെയാ? ഈ കവളിങ്ങനെ പുകയുന്നല്ലോ. ആ, വേദനിക്കുന്നു. ഋതിക മാഡം, സോറി. മാഡത്തിന് ഞാൻ കുറെ വിളിച്ചിട്ടും മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് ഉണരാത്തോണ്ട് ഞാൻ മെല്ലെ ഒന്നും മാഡത്തിന്റെ മുഖത്ത് അടിച്ചു. അടിച്ചെന്നോ? നീ എന്നെ അടിച്ചോ രാജു? എന്റെ കണ്ണിന് പൊന്നിച്ച് പറക്കോ. നീ പതിയൊന്നും അല്ല എന്നെ അടിച്ചെന്നാ തോന്നുന്നു. അല്ല, പതുക്കെ. നിങ്ങളുണ്ടല്ലോ. മാഡം വേണമെങ്കിൽ എന്നെ തിരിച്ചടിച്ചോ, അതിനൊക്കെ ഇനി സമയമുണ്ട്. മാഡം ഇപ്പൊ വേഗം എക്സാം ഹാളിലേക്ക് ചെല്ല്. മാഡം, ഈ ബാഗ് പിടിച്ചേ. സർ, മേ ഐ? ആ, ഋതിക എത്തിയോ? ആളെ കാണാതായപ്പോ ഞാൻ വിചാരിച്ചു താൻ എക്സാം എഴുതുന്നില്ല എന്ന് വെച്ചത്. ടേക്ക് യുവർ സീറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.